ഫ്രം RJ മീഡിയ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് നമ്മുടെ ആനന്ദിൻ്റെ വണ്ടിയിൽ ഒരു ഡാഷ് ക്യാം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൾറെഡി കഴിഞ്ഞ ദിവസം ഞാനൊരു ഡാഷ് ക്യാമിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ കുറേ കാലം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റെഡ് ടൈഗർ എന്ന ഡാഷ് ക്യാമിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. സോ അതേ ബ്രാൻഡിൻ്റെ ഒരു പുതിയ സാധനമാണ് F70 എന്ന് പറഞ്ഞൊരു മോഡലാണ് ആനന്ദ് വാങ്ങിയത്. സോ അതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വഴി നമ്മൾ പറയുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ഇൻ ദിസ് വീഡിയോ. ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ റെഡ് ടൈഗർ എന്ന ബ്രാൻഡിൻ്റെ F70 ഡാഷ് ക്യാം അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പോട് കൂടിയുള്ള ഒരു ഡാഷ് ക്യാമാണ്. ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഇതിൻ്റെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡുമാണ്. കൂടാതെ 2 ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നീട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പ്രൈമറി ക്യാമറയാണ്. പ്രൈമറി ക്യാമറ എന്നത് 3 ഇഞ്ച് ഡിസ്പ്ലേയോട് കൂടി വരുന്ന ഒരു ഡ്യുവൽ ക്യാം സെറ്റപ്പാണ്. അതായത് ഫ്രണ്ട് വ്യൂ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ക്യാബിൻ വ്യൂ റെക്കോർഡ് ചെയ്യാനുള്ള ക്യാമറകളോട് കൂടിയാണ് ഇത് വരുന്നത്. അതായത് ഫ്രണ്ട് വ്യൂ 4Kയും ക്യാബിൻ വ്യൂ ഫുൾ HD റെക്കോർഡിങ്ങുമാണ് നടക്കുന്നത്. അതുകൂടാതെ C-ടൈപ്പ് ചാർജിങ് പോർട്ടോട് കൂടിയുള്ള 12 വാട്ട് പവർ സപ്ലൈ ആണ് ഈ ക്യാമറയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ക്യാമറയുടെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഈ ക്യാമറ നിങ്ങൾക്ക് തരുന്നത്. ഞാൻ മുമ്പേ ഉപയോഗിച്ചിട്ടുള്ള ക്യാമറയെ അപേക്ഷിച്ചാൽ വളരെ മികച്ചത് എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ബിൽഡ് ക്വാളിറ്റി ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നീട് വരുന്ന ബോക്സിൽ ക്യാമറയുടെ ചാർജിങ് കേബിളും റിയർ ക്യാമറയും ഇതിൻ്റെ ആക്സസറീസും കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ബോക്സാണ് ഉള്ളത്. ഈ ക്യാമറകൾ ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ 160 ഡിഗ്രിയിലും ബാക്ക് ക്യാമറ 150 ഡിഗ്രിയിലും നിങ്ങളുടെ വിഷ്വൽസ് എല്ലാം ക്യാപ്ചർ ചെയ്യും. ഈ മോഡൽ ഡാഷ് ക്യാമിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ഹാർഡ്വെയർ കിറ്റ് കൂടി കിട്ടുന്നതാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങളുടെ വാഹനം 24 hours പാർക്കിംഗ് മോണിറ്ററിങ്ങിലായിരിക്കും. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ 64 GB ഒരു മെമ്മറി കാർഡ് വരുന്നുണ്ട്. കൂടാതെ 256 GB വരെ ഇത് നിങ്ങൾക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. GPS സപ്പോർട്ടുണ്ട്, നൈറ്റ് വിഷൻ ഉണ്ട്. അതുപോലെ തന്നെ സോണിയുടെ സ്റ്റാർവി എന്ന ക്യാമറ സെറ്റപ്പാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ട് മികച്ച ഒരു സ്പെക്കാണ് ഈ ക്യാമറ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മളാദ്യം നമ്മളെ ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ നമ്മളെ മിററിൽ ഒട്ടിച്ചു. നിങ്ങൾ ആ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് മുന്നേ നിങ്ങൾ മിറർ കൃത്യമായ രീതിയിൽ ക്ലീൻ ചെയ്യുക. ഇല്ലെങ്കിൽ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഒട്ടാനും പിന്നെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ആദ്യം സ്റ്റിക്കർ ഒട്ടിച്ചു. അതിനുശേഷം നമ്മളെ ഹോൾഡർ പ്ലേസ് ചെയ്തു, ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്ക്രീൻ ഡിസ്പ്ലേ ഒക്കെ നമ്മൾ അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഊരി മാറ്റുകയാണ് ചെയ്തത്. കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഡാഷ് ക്യാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഹോൾഡർ മിററിൻ്റെ സെൻറ്ററിൽ തന്നെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വൺസ് നിങ്ങളത് പ്ലേസ് ചെയ്തതിന് ശേഷം നിങ്ങളെ ചാർജിങ് കേബിൾ കണക്ട് ചെയ്ത് വിഷ്വൽ ക്വാളിറ്റിയും ക്യാമറ പൊസിഷനിങ്ങും ഒക്കെ ഒന്ന് എൻഷുർ ചെയ്യുക. ക്യാമറയുടെ പൊസിഷനും കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ പിന്നീട് കേബിൾ റൂട്ടിങ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. പ്രൈമറി ക്യാമറയുടെ കേബിൾ റൂട്ടിൻ പോകുന്നത് നമ്മൾ റൂഫ് ടോപ്പിലൂടെ വന്ന് A പില്ലറിലൂടെ നേരെ ഇൻസ്ട്രുമെൻ്റ് പാനലിൽ താഴെ കൂടി നേരെ നമ്മൾ പവർ സപ്ലൈയിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഈ സമയം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 6 മണി 6:30 ആയിട്ടുണ്ട്. സോ ആ ഒരു വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഗുജറാത്തിൽ ഡേ ടൈം കൂടുതലായതുകൊണ്ട് നമ്മൾ ഇരുട്ടൊന്നും ആയിട്ടില്ല. നമ്മുടെ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു ബൈപ്പാസ് റോട്ടിലാണ്. സോ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മനോഹരമായ കാഴ്ചകളും കണ്ടുകൊണ്ട് നല്ല ഗ്രീനറിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ക്യാമറ ഇൻസ്റ്റാളേഷനുകളൊക്കെ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. മറ്റുള്ളവരൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമ്മളെ രീതിയിൽ ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്ത് പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്രൈമറി ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചെയ്ത അതേ പ്രൊസീജിയറാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ആദ്യം മിറർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ ഒട്ടിക്കുക. പിന്നീട് ക്യാമറയുടെ പൊസിഷനിങ് ചെയ്യുക. അത് ചെറിയ രീതിയിൽ ഒട്ടിച്ച് വെച്ച് നമ്മൾ സെൻറ്റർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ രണ്ടാമത് പറിച്ചെടുത്ത് രണ്ടാമത് പ്ലേസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. സോ ആദ്യം നമ്മൾ ക്യാമറയുടെ ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ ഒട്ടിച്ചു. അതിന് ശേഷം നമ്മുടെ റിയർ ക്യാമറയുടെ കേബിൾ, അതായത് നമ്മുടെ റൂഫ് ടോപ്പിലൂടെ A പില്ലർ, B പില്ലർ, C പില്ലർ പാനലിലൂടെ നേരെ പിറകിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിനുശേഷം അവിടെ നിന്ന് ക്യാമറയുടെ കണക്ഷനും ഈ കേബിളും തമ്മിൽ ജോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്.
അത് ജോയിൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടിൻ്റെ പിന്ന് ഡാമേജ് ആവാതെ പ്രോപ്പറായ രീതിയിൽ അതിൻ്റെ സ്റ്റെപ്പ് നോക്കിയിട്ട് നിങ്ങൾ രണ്ട് കേബിളും കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ കേബിളും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, റൂഫ് പാനലിൽ അല്ലെങ്കിൽ ഡോർ പാനലിൽ തന്നെ ഒരു ചെറിയ ഹുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിൽ കൊളത്തിയിടുക. ഇല്ലെങ്കിൽ നമ്മൾ ഡോറിൻ്റെ റബ്ബർ റിമൂവ് ആയാലും ഊരുമ്പോഴൊക്കെ അത് ഇളകി വീഴാനുള്ള സാധ്യത ഉണ്ട്. റിയർ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ തല തിരിഞ്ഞു പോവാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒട്ടിക്കുന്നത് പോലെയായിരിക്കും അതിൻ്റെ വ്യൂ പിന്നീട് മിററിൽ കാണുക. സോ ജസ്റ്റ് അതിൻ്റെ അഡീഷൻ ടേപ്പ് റിമൂവ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് നമ്മൾ ആദ്യം ചെയ്ത് ക്യാമറ, അതായത് നമ്മൾ ഡാഷ് ക്യാമിൻ്റെ ക്യാമറയിൽ പോയിട്ട് അതിൻ്റെ വിഷ്വൽസ് ചെക്ക് ചെയ്യാണ്. ഓക്കെ, നമ്മൾ ഈ വിഷ്വൽസ് കണ്ടാൽ നിങ്ങൾക്ക് തിരികെ ഇത് പ്രോപ്പറായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അത് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ അതുകൊണ്ട് അഡീഷൻ ടേപ്പ് ടൈറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇത് ചെക്ക് ചെയ്യാം. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, നിങ്ങൾ റിയർ ക്യാമറ കേബിൾ റൂട്ടിങ് ചെയ്യുമ്പോൾ പാനൽ നിങ്ങൾക്ക് സ്ലോട്ട് ഉണ്ടാവും, എന്നാൽ അതിൻ്റെ ഒരു കവറിങ് പ്ലേറ്റിൽ ഹോളോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് പിന്നീട് അത് നിങ്ങൾക്ക് കേബിൾ കണക്ട് ചെയ്യുമ്പോൾ അത് ഊരിയെടുക്കേണ്ടി വരും. അല്ലാത്ത പക്ഷേ ആ സ്റ്റോപ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ ലോക്കിംഗ് പ്ലേറ്റിൽ ഒരു ഹോൾ പ്രൊവൈഡ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ആ ലോക്കിംഗ് പ്ലേറ്റ് അതിൽ അസംബിൾ ചെയ്യുക. അങ്ങനെ നമ്മൾ ക്യാമറ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. ബാക്കിയുള്ളത് ഫ്രണ്ട് ക്യാമറ കേബിൾ റൂട്ടീനാണ്. അതിനൊരു ഹോൾഡർ ഉണ്ട്. ആ ഹോൾഡർ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്, കാരണം ഈ പ്ലാസ്റ്റിക്കിലെ ഗ്ലോസി ഫിനിഷ് ഉള്ളത് കൊണ്ട് ആ ഹോൾഡർ സ്റ്റിക്ക് ആവില്ല. സോ അവിടെ നിങ്ങൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അത് ഹോൾഡർ സ്റ്റിക്ക് ചെയ്ത് കേബിൾ റൂട്ടീൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ 7 മണിയായി, നമ്മൾ 6 മണിക്ക് വന്നതാണ്. ആൾമോസ്റ്റ് 1 അവർ എടുത്ത് നമ്മൾ ഇത് കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ റൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിരുന്നു. അതുപോലെ തന്നെ പ്രൈമറി ക്യാമറ, അതായത് ഫ്രണ്ട് ക്യാമറേൻ്റെ കേബിൾ ലെങ്ത് പ്രോപ്പർ, അത് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല എന്നൊരവസ്ഥയായിരുന്നു. എന്നാൽ റിയർ ക്യാമറേൻ്റെ കേബിൾ 1 മീറ്ററോളം എക്സ്ട്രാ ഉണ്ട്. നമ്മളത് ഇതിൻ്റെ ഭാഗത്ത് റൂഫിലേക്ക് കുത്തിക്കയറ്റി വെക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ നമ്മൾ വന്ന സ്ഥലം നമ്മൾ മേസാനയിൽ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ്. നല്ല ഗ്രീനറി ആയ ഒരു വയലിൻ്റെ അടുത്താണ് നമ്മൾ വന്നത്. പുറമേയുള്ള മൺസൂൺ സീസൺ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഡാഷ് ക്യാമിൻ്റെ ഇൻസ്റ്റാളേഷനും കേബിൾ റൂട്ടീനും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾക്ക് കാണുന്ന ഈ വ്യൂ ആണ് നമ്മുടെ ഡാഷ് ക്യാമിൻ്റെ വ്യൂ. അത് ഫ്രണ്ട് റിയർ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഡാഷ് ക്യാമും നമ്മുടെ മൊബൈൽ ആപ്പും കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഡാഷ് ക്യാമിൽ നമ്മൾ ആദ്യം വൈഫൈ ഓൺ ആക്കുക. അതുപോലെ തന്നെ മൊബൈൽ റെഡ് ടൈഗറിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രൈമറി ക്യാമറ ഇല്ലാതെ 4K ക്വാളിറ്റി വീഡിയോ ആണ്. അതുപോലെ ഇപ്പോൾ കാണുന്നത് നമ്മുടെ ക്യാബിൻ്റെ വ്യൂ ആണ്, അതായത് നമ്മൾ ഇൻസൈഡ് ക്യാമറ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. സോ നിങ്ങൾ ക്യാമറ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആദ്യം നിങ്ങൾ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുക. നിങ്ങളെ വ്യൂ കാര്യങ്ങളൊക്കെ കൃത്യമായി കിട്ടുന്ന രീതിയിൽ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യുക. ക്യാമറേൻ്റെ വിഷ്വൽസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഡാഷ് ക്യാമും നമ്മുടെ മൊബൈൽ ആപ്പും തമ്മിലുള്ള വൈഫൈ കണക്ട് ചെയ്തു. വൺസ് നിങ്ങളുടെ കണക്ഷൻ സക്സസ്ഫുൾ ആയാൽ നിങ്ങൾ ഡാഷ് ക്യാമിൻ്റെ സ്ക്രീനിൽ കാണുന്ന അതേ വ്യൂസ് നിങ്ങൾ മൊബൈലിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് GPS, അതുപോലെ തന്നെ നിങ്ങൾ വാഹനത്തിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ ഇതിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. GPS-ൻ്റെ കോർഡിനേറ്റ് എവിടെയാണ്, അല്ലെ ടൈം എന്താണ്, എല്ലാം കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് മൊബൈലിലൂടെ വീക്ഷിക്കാനും പിന്നീട് അത് ആവശ്യാനുസരണം ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഡാഷ് ക്യാമിലെ സ്ക്രീനിൽ കാണുന്ന അതേ വീഡിയോ ആണ് നമ്മുടെ മൊബൈലിലും മൊബൈലിലെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് ഇൻസ്റ്റാളേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകുമ്പോഴേക്കും ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം എടുത്തു നമ്മൾ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ കാണുന്ന വ്യൂ, അതായത് നമ്മളെ ഫ്രണ്ട് വ്യൂ, ക്യാബിൻ വ്യൂ, റിയർ ക്യാമറ വ്യൂ എല്ലാം നിങ്ങൾക്ക് നിങ്ങളെ സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ സാധിക്കും. ഇപ്പോൾ കാണുന്നതാണ് റിയർ സൈഡ് വ്യൂ. നല്ല ക്വാളിറ്റിയാണ്, അത് നൈറ്റ് വിഷൻ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിയർ ക്യാമറയിലൂടെ വ്യൂ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ മൊബൈൽ, അതായത് നേരത്തെ നമ്മൾ ഡാഷ് ക്യാമറയിൽ റെക്കോർഡായ വീഡിയോ ആണ് നമ്മളെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്തപ്പോൾ അതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇത് ഇൻസൈഡ് ക്യാബിൻ്റെ വ്യൂ ആണ്. അതിൽ നിങ്ങൾക്ക് ടൈം, ഡേറ്റ്, കോർഡിനേറ്റ് എല്ലാം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് ഓക്കെയാണ്, അത് നല്ല ക്വാളിറ്റി തന്നെയാണ് റെക്കോർഡിങ് കാര്യങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഡാഷ് ക്യാമിൽ ഓഡിയോ റെക്കോർഡിങ്ങും നടക്കുന്നുണ്ട്. അപ്പോൾ ഓഡിയോ ക്വാളിറ്റി ആയാലും വളരെ മികച്ചത് എന്നൊരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത നേരത്തെ റെക്കോർഡായ റിയർ ക്യാം വീഡിയോ. ഇതിൻ്റെ ക്വാളിറ്റി ആയാലും നല്ലത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ വിഷ്വൽസും കാര്യങ്ങളും കൃത്യമായ രീതിയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്.
ഓവറോൾ ഡാഷ് ക്യാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ജെന്യൂനായ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഡാഷ് ക്യാം വളരെ മികച്ചതാണ്. ഫ്രണ്ട് ആയാലും റിയർ ആയാലും ഇൻസൈഡ് ക്യാബിനറ്റ് വ്യൂ ആയാലും എല്ലാം മികച്ചൊരു ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് അഷ്വർ ചെയ്യുന്നത്. അതുപോലെ GPS കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഓഡിയോ ക്വാളിറ്റി, ഓഡിയോ റെക്കോർഡിംഗ് ഒക്കെ പ്രോപ്പറാണ്. ഫൈനലി ഈ ഡാഷ് ക്യാം എവിടെ നിന്ന് വാങ്ങിച്ചു, ഇതിന് എത്ര രൂപയായി, ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുകയാണ്. ഈ ഡാഷ് ക്യാം നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയുള്ള 2 ഓപ്ഷൻ, എനിക്കറിയാവുന്ന 2 ഓപ്ഷൻ. ഒന്ന് ആമസോൺ വെബ്സൈറ്റാണ്. അതിൽ നിങ്ങൾക്ക് റെഡ് ടൈഗറിൻ്റെ ഡാഷ് ക്യാം പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ റെഡ് ടൈഗറിൻ്റെ ഒഫീഷ്യൽ ആപ്പിലൂടെ നിങ്ങൾക്ക് ഈ ഡാഷ് ക്യാം വാങ്ങാൻ സാധിക്കണം. ഏകദേശം 16,000 രൂപയാണ് ഈ ഡാഷ് ക്യാമിന് വില വരുന്നത്. നിങ്ങൾ റെഡ് ടൈഗറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ വാങ്ങുകയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഹാർഡ്വെയർ കിറ്റ് കിട്ടും. മറിച്ച് നിങ്ങൾ ആമസോണിലൂടെയാണ് വാങ്ങുന്നതെങ്കിൽ അവിടെ 15,000 റുപ്പീസാണ് അതിന് വരുന്നത്. അവിടെ ഹാർഡ്വെയർ കിറ്റ് കിട്ടുന്നില്ല. സോ ബെറ്റർ ഓപ്ഷൻ നിങ്ങൾക്ക് റെഡ് ടൈഗറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ വാങ്ങുന്നതാണ് നല്ലത്. ഈ പ്രോഡക്റ്റ് വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. കൂടാതെ ഇതിൻ്റെ പോരായ്മ പറയുകയാണെങ്കിൽ വൺസ് നമ്മുടെ ക്യാമറ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളത് അഡിഷൻ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. രണ്ടാമത്തെ പോരായ്മ എന്താണെന്ന് വെച്ചാൽ മൊബൈൽ ആപ്പും ഡാഷ് ക്യാമറയും തമ്മിലുള്ള നെറ്റ്വർക്ക് കണക്ടിവിറ്റിയാണ്. അത് ഇടയ്ക്കൊന്ന് ഫെയിലിയർ ആവുന്നു. വൺസ് അത് പ്രോപ്പറായിട്ട് കണക്റ്റ് ആയാൽ നിങ്ങൾക്ക് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് തന്നെ നിങ്ങളെ ഡാഷ് ക്യാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേസമയം നിങ്ങൾക്ക് ഡാഷ് ക്യാമിൽ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. ഈ ഡാഷ് ക്യാമിലൂടെ റെക്കോർഡ് ചെയ്ത കുറച്ച് വീഡിയോകൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ റെഡ് ടൈഗറിൻ്റെ ഡാഷ് ക്യാം ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ എന്നൊരു റിക്വസ്റ്റ് മാത്രമാണുള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.